ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പരിമല, മാന്നാർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതും മാന്നാർ ടൗണിലെ ഗതാഗത തിരക്കിന് പരിഹാരമാകുന്നതുമായ കുരട്ടിക്കാട് കോട്ടയ്ക്കൽ കടവിൽ വലിയ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രത്യാഘാത പഠന വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ചു. നിലവിലുള്ള ആംബുലൻസ് പാലം പൊളിച്ചു നീക്കി വലിയ പാലം നിർമ്മിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് സമർപ്പിച്ച സാമൂഹ്യ പ്രത്യാഘാത റിപ്പോർട്ട് വിലയിരുത്തി അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിദഗ്ധ സമിതി പദ്ധതി സ്ഥലം സന്ദർശിച്ചത്. മാന്നാർ കോട്ടയ്ക്കൽ കടവ് പാലം വിദഗ്ധ സമിതി സന്ദർശിച്ചു. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പരിമല, മാന്നാർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതും മാന്നാർ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നതുമായ പാലമാണിത്. പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രത്യാഘാത പഠന വിദഗ്ധ സമിതിയാണ് സ്ഥലം സന്ദർശിച്ചത്. നിലവിലുള്ള ആംബുലൻസ് പാലം പൊളിച്ചു നീക്കി വലിയ പാലം നിർമ്മിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് SR ഏഷ്യ ഗാസിയാബാദ് എന്ന ഏജൻസി സമർപ്പിച്ച സാമൂഹ്യ പ്രത്യാഘാത റിപ്പോർട്ട് വിലയിരുത്തി അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് വിദഗ്ധ സമിതി പദ്ധതി സ്ഥലത്ത് എത്തിയത്. 22 വർഷം മുമ്പ് നിർമ്മിച്ച ആംബുലൻസ് പാലത്തിലൂടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തതിനാൽ നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് മന്ത്രി സജി ചെറിയാൻ 4 വർഷം മുമ്പാണ് ഇവിടെ വലിയ പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. 14 കോടി രൂപയ്ക്ക് ഭരണാനുമതി നൽകുകയും മണ്ണ് പരിശോധന അടക്കമുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്നാൽ സാങ്കേതിക തടസ്സങ്ങളിൽ കുരുങ്ങി പണി നീണ്ടുപോയി. പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയായ കടപ്ര ഗ്രാമപഞ്ചായത്തിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന് വീതി കൂട്ടണമെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥലം വിട്ടുകിട്ടണം എന്നതായിരുന്നു വലിയ കടമ്പ. 20 സെന്റ് സ്ഥലം പാലം പണിക്കായി വിട്ടു നൽകുവാൻ ദേവസ്വം ബോർഡുമായി ധാരണയായതോടെയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയത്. 6 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ലാൻഡ് അക്വിസിഷൻ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സുധീഷ് R, സ്പെഷ്യൽ തഹസീൽദാർ സൗമ്യ, വിദഗ്ധ സമിതി ചെയർപേഴ്സൺ മീന കുരുവിള, PK സന്തോഷ്, സോഷ്യൽ സയന്റിസ്റ്റ് മറിയ ടെൻസി, PWD ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് A, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TB രത്നകുമാരി, സ്ഥിരസമിതി അധ്യക്ഷ ശാലിനി രഘുനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലിം പടിപ്പുരയ്ക്കൽ, സുജാത മനോഹരൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. CDNet ന്യൂസ്, മാന്നാർ.